ഹലോ, റിതം ഓഫ് മൈ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരുപാട് ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. കുഴലപ്പമാണ് ഇന്ന് നമ്മുടെ റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കുഴലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറുത്ത എള്ളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇനി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് ഒരു 3 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 5-6 അല്ലി ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. ഒട്ടും വെള്ളം ചേർക്കണ്ട. വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. നോക്കി ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വേണം കേട്ടോ അരച്ചെടുക്കാൻ. ഇനി നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഞാനൊരു 2.25 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 240 ml കപ്പിലാണ് നമ്മൾ അരിപ്പൊടി മെഷർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേ കപ്പിൽ തന്നെ ഒരു 2.25 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് നമ്മുടെ പൊടി ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത് നന്നായിട്ട് തിളച്ചിട്ട് വരണം കേട്ടോ. ഇനി ഈ വെള്ളത്തിലോട്ട് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലോട്ട് ആ ഒരു വെള്ളത്തിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മുടെ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൊടി ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ആ ഒരു പൊടി ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം, നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ലേ, പൊടി ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. 2 മിനിറ്റിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ഇതാ ഇതുപോലെ തിളയൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് അരിപ്പൊടിക്ക് 2.25 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരുടെയും പൊടിക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമേ. അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഓരോ പൊടിക്കനുസരിച്ച് ഉണ്ടാവാം. അപ്പോൾ അത് ശ്രദ്ധിക്കണേ. ഇനി അഥവാ കുറഞ്ഞു പോയാലും കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി കുറച്ച് സമയം ഒന്ന് ചൂടൊന്ന് ആറാൻ വെക്കണം. ഇപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാനൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് തണുക്കാൻ നിൽക്കരുത് കേട്ടോ. നമുക്ക് കുഴക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ ചൂടാറി കിട്ടിയാൽ മതി. അല്ലാതെ ഒരുപാട് തണുക്കാൻ വെയിറ്റ് ചെയ്യരുത്. ഇനി ഇത് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മളിത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ടൊരു ചെറിയ ബോളാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിന് മുകളിലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ പത്തിരി പ്രസ് ഉണ്ടല്ലോ, അതുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് അമർത്തിയാലും മതി കേട്ടോ. ഒരുപോലെ തിക്നെസ് ഒരുപോലെ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നൊരു കാര്യം കൂടെ, ഈ ഒരു കവറിലൊന്ന് ഓയിൽ തേച്ചിട്ട് വേണം നമ്മൾ ബോൾ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഉള്ളിൽ വിരൽ വെച്ചതുകൊണ്ട് അപ്പുറത്ത് ഒട്ടി പോവില്ല. വേണമെങ്കിൽ ദാ ഇതുപോലെ കുറച്ച് പച്ചവെള്ളം തേച്ച് കൊടുത്തിട്ട് മെല്ലെ ഒട്ടിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. അപ്പം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് വറുത്തെടുക്കാം കേട്ടോ.
നമ്മുടെ ഈസി ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ കുഴലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് ദിവസം കേടാവാതിരിക്കും. നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ തണുക്കാണ്ട് ഒരുപാട് ദിവസം ഇതുപോലെ ഇരിക്കും. ഇനി കുറച്ച് മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ലൊരു പാനിയാക്കി എടുക്കണേ. നന്നായിട്ട് കുറുകി വരണം കേട്ടോ, തിളച്ചാൽ മാത്രം പോരാ, നന്നായിട്ട് കുറുകി വരണം. പാനി ശരിയായില്ല എന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള കുഴലപ്പം ആണെങ്കിൽ പോലും ഈ പാനിയിൽ മുക്കിയെടുക്കുമ്പം അത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കുറുകിയിട്ട് വരണം. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കണേ. ഇനി അതിലോട്ട് നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് കുഴലപ്പം ഇതിലോട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. പാനി ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിലും ഒറ്റയ്ക്ക് തിന്നാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ മധുരം ഇഷ്ടമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു കുഴലപ്പം എന്ന് വെച്ചാൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.